സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും ധനസ്ഥിതിയെക്കുറിച്ചും യാതൊരു പരിഗണനയുമില്ലാത്ത പൊള്ളയായ ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിന് നിലവിലുള്ള കടം നികത്തുവാൻ പോലും പുതിയ ബജറ്റിൽ അനുവദിച്ച തുക തികയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഈ സർക്കാരിന്റെ ഫെയർവെൽ ബജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. അവസാനത്തെ ബഡ്ജറ്റാണ്. യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. കാരണം നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബജറ്റ്. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നത് പുതിയ മാതൃകകളും രീതികളും കൊണ്ടുവരും, വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കുമെന്നാണ്. എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ? അതിനിടയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തൻ്റെ പ്ലാൻ ബി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പ്ലാൻ വെട്ടിക്കുറക്കലാണ്. പ്ലാനിൽ ഗൗരവതരമായ വെട്ടിക്കുറവ് നടത്തിയിട്ട് വീണ്ടും പ്ലാൻ അലോക്കേഷനെ കുറിച്ച് പറയുന്നതിൻ്റെ വിശ്വാസ്യത എന്താണ്? കഴിഞ്ഞ ബജറ്റിൽ വിവിധ പദ്ധതികൾക്ക് പ്രഖ്യാപിച്ച തുക വൻതോതിൽ വെട്ടിക്കുറച്ചു. 15,000 കോടി രൂപയുടെ പദ്ധതികളാണ് 2024-25 വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത്. നിയമസഭ പാസാക്കിയ ധനാഭ്യർത്ഥനകൾ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിയമവിരുദ്ധമായി വെട്ടിച്ചുരുക്കുകയായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച 500 കോടിയിൽ 24% മാത്രമാണ് ചിലവാക്കിയത്. പിന്നെ എന്താണ് ബജറ്റിന്റെ വിശ്വാസ്യതയെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. പല സ്ഥാപനങ്ങളുടെയും പദ്ധതികളുടെയും കടം നികത്താൻ പോലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തുക തികയില്ല. കടം തീർത്താൽ പിന്നെ പ്രവർത്തിക്കാൻ ആവശ്യമായ തുക ഉണ്ടാവില്ല. യാതൊരു പ്രസക്തിയും ഈ ബജറ്റിനില്ല. കാരണം അത്രയേറെ സാമ്പത്തിക ബാധ്യതയിലാണ് സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൃത്യമായ ഘടനയിൽ തയ്യാറാക്കാതെയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്നും പലതും വീണ്ടും ആവർത്തിച്ച് പറയുന്ന സ്ഥിതിയുണ്ടായെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. 170 രൂപയുണ്ടായിരുന്ന റബ്ബറിന്റെ തറവില 10 രൂപ കൂട്ടി 180 രൂപയാക്കിയെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഇന്ന് വിപണിയിൽ റബ്ബറിന്റെ തറവില 208 രൂപയാണ്. വിപണിയിലെ സാഹചര്യം പോലും പഠിക്കാതെയാണ് ബജറ്റ് തയ്യാറാക്കിയത്. ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതിനെ ഞങ്ങൾ എതിരല്ല. പക്ഷേ ഭൂനികുതിയിൽ വൻ കൊള്ളയാണ് നടന്നത്. 50% വർദ്ധിപ്പിച്ചത്. പാവപ്പെട്ടവരെ പിഴിയുന്നതിന് വേണ്ടിയാണിത്. അതല്ലാതെ സർക്കാരിന് വേറെ വഴിയില്ല. നികുതി പിരിവിൽ സർക്കാർ ഗൗരവതരമായി പരാജയപ്പെട്ടുവെന്ന് വി.ഡി. സതീശൻ ആരോപിക്കുന്നു. 2020 മുതലുള്ള വളർച്ചയുടെ കണക്കാണ് സർക്കാർ പറയുന്നത്. കോവിഡ് കാലത്തെ സ്ഥിതിയിൽ നിന്ന് സാധാരണ സ്ഥിതിയിലേക്കുള്ള സ്വാഭാവിക വളർച്ച മാത്രമാണിത്. ജലജീവൻ മിഷനെ കുറിച്ച് ഒരു പേജ് മുഴുവൻ പറഞ്ഞു. 4,500 കോടിയാണ് ജലജീവൻ മിഷനെ കൊടുക്കാനുള്ളത്. സംസ്ഥാന വിഹിതം നൽകാത്തതുകൊണ്ട് കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടില്ല. ജലജീവൻ മിഷന്റെ കരാറുകാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് 65,000 കോടിയാണ്. 1,00,000 കോടിയുടെ പൊതുവായ കടബാധ്യത സർക്കാരിനുണ്ട്. അത് നികത്താൻ പോലും തികയില്ല. കഴിഞ്ഞ 3-4 വർഷത്തെ ഭരണത്തിലൂടെ കേരളം 10-20 വർഷം പിന്നോട്ടടിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 500 കോടി വെച്ചിരുന്നിടത്ത് അതിൻ്റെ 24% മാത്രമാണ് ലൈഫ് മിഷന് വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബജറ്റിൻ്റെ വിശ്വാസ്യത? നിരവധി കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. വിവിധ വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപകമായി വെട്ടിച്ചുരുക്കിയിട്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. 700 കോടി രൂപ സപ്ലൈകോയ്ക്ക് വെച്ചിരിക്കുന്നു. സപ്ലൈകോയ്ക്ക് സർക്കാർ തന്നെ ഇപ്പോൾ അത്രയും പൈസ കൊടുക്കാനുണ്ട്, കടമായിട്ട് കൊടുക്കാനുണ്ട്. അതായത് വിതരണക്കാർക്ക് കൊടുക്കാനും നെല്ല് സംഭരണത്തിൻ്റെ പണവുമായിട്ട് 700 കോടിയോളം രൂപ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ അലോക്കേഷൻ വെച്ചിരിക്കുന്നത് 700 കോടിയാണ്. ആ കടം തീർത്താൽ പിന്നെ സപ്ലൈകോയ്ക്ക് വർക്ക് ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഇല്ല. സപ്ലൈകോ പൂട്ടുന്ന സ്ഥിതിയിൽ വരും.